ഹേ ഗൈസ്, വെൽക്കം ടു കുക്സ്. ഇപ്പൊ തണുപ്പൊക്കെ കൂടിയിരിക്കണ നേരല്ലേ, നമുക്ക് എല്ലാവർക്കും മുട്ടും കാലുവേദന, കൈവേദന, പിന്നെ ജലദോഷം ഇതെല്ലാവർക്കും ഉണ്ടാവും. സോ നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള നമ്മുടെ കോൾഡിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാം. സോ ഇത് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ള സൂപ്പ് തന്നെയാണ്, ബട്ട് ദർ എ സ്മോൾ ട്വിസ്റ്റ് ടു ഇറ്റ്, ഒരു ഹെൽത്തി ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. സോ ഇതിൽ ഞാൻ ആദ്യം എടുക്കണത് ഒരു 2 പിടി രാഗിയാണ്, അല്ലെങ്കിൽ കോറ, മുത്തരി എന്നൊക്കെ പറയാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ബാക്കിയുള്ള സൂപ്സിനൊക്കെ തിക്കണറായിട്ട് യൂസ് ചെയ്യാറുള്ളത് കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ ആണ്. പക്ഷെ ഇതിനൊരു ഹെൽത്തി ട്വിസ്റ്റ് വരാനുള്ള കാരണം ഇതിൽ ഭയങ്കര കാൽഷ്യം കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ രാഗിയിൽ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫുൾ ആയിട്ടുള്ള രാഗിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ കുറച്ചു നേരം കുതിരാൻ വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിൻ്റെ സത്ത്. ഇതല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫൈബർ കണ്ടന്റും കൂടെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഒന്നല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ഈ അരച്ചിട്ട് അതിൻ്റെ തവിട് കളയാതിരിക്കുക. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൗ എവർ യു പ്രിഫർ, യു ക്യാൻ ഡു ദാറ്റ്. ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണേ വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് രാഗിയുടെ പൊടി കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായി താല്പര്യമില്ല, കാരണം അതിൽ തരി ഉണ്ടാവും അല്ലേ. സോ തരി ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 3 അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 5 to 6 ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചെറുതായി നുറുക്കിയത്, അതേപോലെ തന്നെ ഒരു 5 to 6 ബീൻസ് അതും ഇതേപോലെ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ പരന്ന പാത്രം, കുറച്ച് തിക്കായിട്ടുള്ള ബോട്ടം ആണെങ്കിൽ അത്രയും നന്നായിരിക്കും. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ യു ക്യാൻ യൂസ് ദാറ്റ്. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യണേ. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുക. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള വാട്ട് എവർ വെജിറ്റബിൾസ് വി ആർ ആഡിങ് അത് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ടൊന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് ചെയ്യണേ. കുറച്ച് ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ, നമ്മുടെ ചെറിയുള്ളിയൊക്കെ കുറച്ച് ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇതിലേക്ക് മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഈ വെള്ളുള്ളിയും ചെറിയുള്ളിയും ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ വെള്ളുള്ളി ഒരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഞാൻ ഒഴിവാക്കും. വിൻ്റർ സീസണിൽ ഞാനത് കഴിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു മരുന്ന് പോലെയാണ്. ഓക്കെ, അതല്ലാത്ത സമ്മർ സീസണിലേക്കൊക്കെ പോകുമ്പോൾ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാത്വിക് ഫുഡ്സിൻ്റെ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ നമ്മുടെ ബോഡി ഹീറ്റ് കുറയണ ഒരു നേരമാണ് വിൻ്റർ. അപ്പോൾ അതൊരു ഐ ടാക്സ് ലൈക്ക് എ മെഡിസിൻ. അപ്പോൾ നമുക്ക് വെള്ളുള്ളി കഴിക്കുമ്പോൾ നമ്മുടെ ഈ വാട്ട് എവർ ദ കഫം അതൊക്കെ ഉള്ളത് അത് പോകാനുള്ള ചാൻസസ് കൂടുതൽ. അതേപോലെ തന്നെ ചെറിയുള്ളിയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ യൂസ് ചെയ്യണത് വലിയ ഉള്ളിയല്ല, സബോളയല്ല ഞാൻ യൂസ് ചെയ്യണേ. ഞാൻ ചെറിയുള്ളിയാണ് യൂസ് ചെയ്യണത് ബിക്കോസ് അതിലും മെഡിസിനൽ കണ്ടന്റ് കൂടുതലാണ്. അത് ഞാൻ ഐ തിങ്ക് ഐ ടോൾഡ് ഇറ്റ് ഇൻ ദ പ്രീവിയസ് വീഡിയോസ് ഓൾസോ. മെഡിസിനൽ കണ്ടന്റ് കൂടുതലാണ് അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യണത് കേട്ടോ. ചെറിയുള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് ആഡ് ചെയ്ത് കുറച്ച് നേരം നമുക്കൊന്ന് വറക്കേണ്ടി വരും. ഒന്ന് ഏകദേശം കുറച്ച് സോഫ്റ്റ് ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 കപ്പ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചിലപ്പോൾ രാഗി ഫ്ലോർ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മിക്സ് എന്താണോ അത് നമുക്ക് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാൻ പോണത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്വീറ്റ് കോൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ കയ്യിൽ ഫുൾ സ്വീറ്റ് കോൺ ആണെങ്കിൽ അത് മുറിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിനി നമ്മുടെ മിക്സ് ചെയ്തിട്ടുള്ള സ്ലറി അല്ലെങ്കിൽ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്.
സോ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ആവശ്യത്തിന് ഉപ്പാണ്. നമുക്ക് ആദ്യം കുറച്ച് ആഡ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലറി അത് മെല്ലെ ഇളക്കിയിട്ട് കേട്ടോ, ഇളക്കിയിട്ട് അടുപ്പ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഇത് കുറച്ച് കുറുകി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2.5-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കാണാം ഏകദേശം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു വിസ്കർ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ലംസ് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ആകെ ചെയ്യാനുള്ള പണി, നമുക്ക് വേണ്ട എത്രത്തോളം കണ്ടന്റ് വേണോ അത്രത്തോളം വെള്ളം ഒഴിക്കുക, അതനുസരിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. സോ എങ്ങനെയാണ് കുറുക്കിയെടുക്കേണ്ടത് വെച്ചാൽ ഇതിനൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള കളറാവും. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് പാകമായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പെപ്പർ ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ സൂപ്പ് ഇപ്പോൾ നല്ലോണം തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് സെർവ് ചെയ്യാം.
അപ്പൊ എല്ലാവരും ഈ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പ്ലീസ് താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.